പലരും പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പഴയ കെട്ടിടം, അതാണ് പഴയന്നൂർ കൊട്ടാരം. കൊച്ചി രാജകുടുംബത്തിന്റെ ട്രേസബിൾ ആയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഹെറിറ്റേജ് സ്ട്രക്ചർ ഇപ്പോൾ പഴയന്നൂർ പാലസ് ആണ്. പഴയന്നൂർ കൊട്ടാരത്തിലാണ് നമ്മളുള്ളത്. പഴയന്നൂർ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ കൊച്ചി രാജകുടുംബം തൃപ്പൂണിത്തുറയും മട്ടാഞ്ചേരിയൊക്കെ പോകുന്നതിന് മുമ്പ് പഴയന്നൂർ വഴിയാണ് പോയിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുന്നത്. കൊച്ചി രാജ്യത്തിലെ ഒരു മഹാരാജാവ് കാശിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അതിനടുത്തുള്ള ഒരു അന്നപൂർണേശ്വരി ടെമ്പിളിൽ നിന്ന് ആ ഭഗവതി കൂടെ വന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അതാണ് കൊച്ചി രാജാക്കന്മാരുടെ പരദേവതയായിട്ട് പഴയന്നൂരമ്മയെ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സങ്കല്പിക്കുന്നത്. ഇന്നിപ്പോൾ കൊച്ചി രാജകുടുംബത്തിൻ്റെ അധീനതയിലുള്ള കെട്ടിടങ്ങളുടെ ഒരു ലിസ്റ്റോ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പഴയന്നൂർ കോവിലകം ആയിരിക്കും ഏറ്റവും പഴയ സ്ട്രക്ചർ. ഇതിനൊരു 400-500 വർഷത്തെ പഴക്കമാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ചരിത്രം മാത്രമല്ല, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറും ഇതിൻ്റെ ഒരു നിർമ്മാണ ശൈലിയും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് 100 വർഷമൊന്നല്ല, ഒരു 300-400 വർഷത്തിൻ്റെയെങ്കിലും പൈതൃകം അല്ലെങ്കിൽ പഴക്കം നമുക്കിതിന് തോന്നുന്നുണ്ട്. കാലങ്ങളായിട്ട് കൊച്ചി രാജകുടുംബത്തിലത്തെ അംഗങ്ങൾ ഭഗവതിയെ തൊഴാൻ വരുമ്പോൾ ഇവിടെ താമസിച്ച് തൊഴുക എന്നുള്ളൊരു പതിവുണ്ട്. അങ്ങനെയാണിത് ഉപയോഗിക്കാറുള്ളത്. വാസ്തുശാസ്ത്രപ്രകാരം ലക്ഷണമൊത്ത ഒരു കെട്ടിടമാണ്. ഒരു 4 കെട്ടാണ്. 4 കെട്ടിൻ്റെ ഒരു ശാല, തെക്ക് ഭാഗത്തുള്ള ശാല, അതും ആസ് പെർ ദി സയൻസ് തന്നെയാണ്, വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ്. അത് മാറ്റം മുകളിലോട്ട് പണിതിട്ടുണ്ട്. അത് 2 നില കെട്ടിടമാണ്. പിന്നെ അടുക്കള, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആ കെട്ടിടത്തിലുണ്ട്. ഒരു 30-40 വർഷം മുമ്പ് വരെ ഇവിടെ വാടകയ്ക്ക് അവർ കൊടുത്തിരുന്നു. അങ്ങനെ വാടകയ്ക്കാർ താമസിച്ചിരുന്നു. അതിനുശേഷം 70കളിലാണ് ദേവസ്വം ബോർഡിന് ഈ സ്ഥലം കൈമാറിയത്. പിന്നെ അവരും കുറച്ചു കാലം അത് ഉപയോഗിച്ചു. പിന്നീട് അടുത്ത കാലത്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ കുറച്ച് മോശമായിട്ടുള്ളത്. 2020 ഇതിപ്പോൾ ഇങ്ങനെ പൊളിക്കാൻ പോവുകയാണ്, ടെൻഡർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ടെൻഡർ കടലാസാണ് എനിക്ക് കിട്ടിയത് ഇത് പൊളിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങളും ഒരു കോൺട്രാക്ടറാണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഇത് പൊളിച്ച് വാങ്ങാനായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കടലാസ് കിട്ടി. അപ്പോൾ പിന്നെ അന്നാണ് ഞങ്ങൾ ഇത് മന്ത്രിക്കും അതേപോലെ പുരാവസ്തു വകുപ്പിനൊക്കെ ലെറ്റർ എഴുതിയപ്പോൾ അത് തൽക്കാലം പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കടലാസ് പുരാവസ്തു വകുപ്പ് കൊടുക്കേണ്ടായി. അപ്പോൾ ആ ഒരു കടലാസ് വന്നപ്പോഴാണ് അവരത് പൊളിക്കാതെ നിർത്തിയത്. എന്നിട്ട് ഇൻഡാക്കിൻ്റെ സ്വയം ഫണ്ട് വെച്ചിട്ട് കുറച്ച് ഇത് വീഴാതിരിക്കാനായിട്ടുള്ള, അതിപ്പോൾ വളരെ മോശമായിട്ടുള്ള വീഴാവുന്ന അവസ്ഥയിലായിരുന്നു അന്ന്. അപ്പോൾ കുറച്ച് സപ്പോർട്ടും തൂണുകളും പിന്നെ അതേമാതിരി ടാർപാളിൻ ഷീറ്റ്, ആ രീതിയിലൊരു സംരക്ഷണം ഇൻഡാക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടായിട്ടുണ്ട്. കൂടാതെ ടൂറിസം വകുപ്പിന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു DPR പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വേറെ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് ഏറ്റെടുത്ത് ദേവസ്വം ബോർഡിൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഇത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ മറ്റേതെങ്കിലും വഴിയിലൂടെ ഇത് സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനാണ് ഇൻഡാക് ശ്രമിക്കുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു ചെറിയൊരു കെട്ടിടമല്ലേ, ഇത് പോയാൽ ഇപ്പം എന്ത്. പക്ഷെ ഇതൊരു ചെറുതായതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറയണില്ല. ആ പഴയന്നൂർ പാലസ് നമ്മുടെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള 4 കെട്ടിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, എക്സ്റ്റൻഷൻസ് ഒന്നും ഇല്ലാതെ കണ്ട് ഇപ്പോഴുള്ള തരത്തിൽ തന്നെ ആ കെട്ടിടം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പലർക്കും സംശയം ഉണ്ടാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും പഴയൊരു ബിൽഡിംഗ് അത് സംരക്ഷിക്കാൻ സാധിക്കുമോ, അത് കൺസർവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു സംശയമാണ് പലപ്പോഴും പലരും പ്രകടിപ്പിക്കാറുള്ളത്. ഇതിലും മോശമായിട്ടുള്ള കെട്ടിടങ്ങൾ പലതും പല സ്ഥലത്തും, അത് ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലും ഒക്കെ കൺസർവ് ചെയ്തെടുക്കാറുണ്ട്. അത് പഴയ കെട്ടിടങ്ങളുടെ ഒരു ഇന്നിപ്പോൾ നമ്മൾ 23 വണ്ണം എന്നൊക്കെ പറയുന്നത് 45ഉം 60ഉം ഒക്കെ വണ്ണത്തിലുള്ള ചുമരുകളാവും പണ്ട് കാലത്ത്. അപ്പോൾ ചുമരുകൾക്ക് കാര്യമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാവില്ല. പിന്നെയുള്ളത് അതിൻ്റെ കുമ്മായങ്ങൾ കുറച്ച് പോയിട്ടുണ്ടാവും. പിന്നെ അതേമാതിരി മരത്തിന് അത്യാവശ്യം കേടുണ്ടാവും. അപ്പോൾ മരം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും ആവശ്യമുള്ളത് അത്ര. ഒന്നുകിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ നാട്ടിൽ വികസനം വരിക, ഇത് രണ്ടും കൂടെ നടക്കില്ല എന്നുള്ള ധാരണ തെറ്റാണ്. വാസ്തവത്തിൽ സംരക്ഷണവും സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള വികസനവുമാണ് ഈ വികസന സാധ്യതകളെ കുറകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പഴയന്നൂർ ഈ കൊട്ടാരത്തിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ ആ കൊട്ടാരത്തിനെ സംരക്ഷിച്ചിട്ട് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്ത്
അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് വേറെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധ്യതകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ സാധ്യമാണെന്ന് മാത്രമല്ല, ഇത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഈടിനെക്കാട്ടിലും എത്രയോ കൂടുതൽ ഈടാണ് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വികസന പദ്ധതി ആക്കിയിട്ട് അതിനെ വിഭാവനം ചെയ്യാൻ പറ്റും എന്ന് വെച്ചാലുള്ളത്. ഫണ്ടിങ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലൊരു ഫണ്ടിങ് സ്ട്രക്ചർ നമ്മൾക്ക് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ മിക്കവാറും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തന്നെയാണ് ഞങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കൺസർവേഷൻ പ്രോസസ്സിന് ഒരു 50-70 ലക്ഷം 75 ലക്ഷം വരെയാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഒരു ഇനീഷ്യൽ ഫേസിൽ ആ ഒരു ബിൽഡിംഗ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിംഗ് ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിലാക്കി മാറ്റാൻ ഒരു 20-25 ലക്ഷമാണ് ഫണ്ട് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആദ്യം ഞങ്ങൾക്ക് ആവശ്യം ഇതിൻ്റെ ഓണേഴ്സ് കൊച്ചി ദേവസ്വം ബോർഡാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുമതി കിട്ടണം. അനുമതി കിട്ടിയ പക്ഷമാണ് ഞങ്ങൾക്ക് ഫണ്ടിനും കൂടി അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുമതി കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആവശ്യം. ഇൻടാക്കുമായിട്ട് ബന്ധപ്പെടാൻ ക്ഷണിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ. നമുക്ക് എല്ലാവരും ഒത്തുകൂടിക്കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് സംരക്ഷിക്കാം. അത് കൂടാതെ ഇത് മറ്റ് സ്ഥലങ്ങൾക്കുള്ളൊരു മാതൃക കൂടി ആവും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും.